ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ പുറത്തിറങ്ങിയ രേഖാചിത്രം എന്ന് പറഞ്ഞ സിനിമയാണ്. ആ സിനിമ ഞാൻ തിയേറ്ററിൽ പോയി കാണുകയുണ്ടായി. ട്രിവാൻഡ്രം ന്യൂ തിയേറ്ററിലാണ് പോയി കണ്ടത്. എന്ത് പറയാം സിനിമയെക്കുറിച്ച്? ആസിഫ് അലിയുടെ സ്ക്രിപ്റ്റ് സെലക്ഷനെയാണ് നമുക്ക് ഇതിൽ അംഗീകരിക്കേണ്ടത്. എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ലാതെ സ്ക്രിപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാ ഒരു സ്ക്രിപ്റ്റ് അല്ല. ഇതുവരെ മലയാള സിനിമയോ ഇന്ത്യൻ സിനിമയോ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ളൊരു സ്ക്രിപ്റ്റാണ് ഈ രേഖാചിത്രം എന്ന് പറഞ്ഞ സിനിമയിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ഇതിനെ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവരിതിനകത്ത് തിരക്കഥ കുത്തിത്തിരിവി കയറ്റിയിരിക്കുന്നത് പഴയ രണ്ട് കൾട്ട് സിനിമകളിലാണ്. കൾട്ട് സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കാതോട് കാതോരം അതൊരു ക്ലാസിക് സിനിമയാണ്. ആ സിനിമയും പിന്നെ മുത്താരംകുന്ന് പിയോ എന്ന് പറയുന്ന സിനിമയായിട്ട് ലാസ്റ്റ് അവസാനം ഇതിനെ ഇഴകി ചേർത്ത് തിരക്കഥയെ ത്രില്ലടിപ്പിക്കുന്ന രീതിയിൽ എന്ന് വെച്ചാൽ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു വലിയ ഹൈ എന്ന് പറയുന്നത് നമ്മൾ പണ്ട് ത്രില്ലർ സിനിമ കാണുമ്പോഴത്തെ ഒരു ഹൈ ഇല്ല. പക്ഷെ ഇതൊരു മീഡിയം റേഞ്ചിൽ ഇങ്ങനെ നിന്ന് അവസാനം വരെയും നമ്മളെ കാണാൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ എന്താവും എന്നുള്ള രീതിയിൽ നമുക്കത് എങ്ങനെ അത് തെളിയിക്കണം എന്നുള്ള രീതിയിൽ ആ കേസ് തെളിയണം എന്നുള്ള രീതിയിൽ നമ്മളെ മനുഷ്യന്റെ മനസ്സിൽ തോന്നിക്കും. ആ ഒരു രീതിയിൽ ഈ ഒരു സിനിമ മനുഷ്യരെ നമുക്ക് ആരാണെങ്കിലും ഈ സിനിമ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നഷ്ടമായെന്ന് തോന്നാത്തക്ക രീതിയിൽ നല്ല രീതിയിൽ സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഡയറക്ഷനും എഴുത്തും തിരക്കഥയെ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. കാരണം അതെങ്ങനെ അതിനകത്ത് ഇത് എങ്ങനെ അവരുടെ മനസ്സിൽ തോന്നി ഈ ഒരു ചിന്ത. കാരണം ഇത് നമുക്ക് തോന്നില്ല ഒരിക്കലും ഇതിനകത്ത് നടന്ന സംഭവമാണെന്ന് നമ്മൾ തന്നെ വിചാരിച്ച് പോകത്തക്ക രീതിയിലുള്ളൊരു തിരക്കഥ ആവിഷ്കരണമാണ് അപ്പോൾ നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇതിനകത്ത് കുറേ പേരുടെ കൺസെന്റ് എടുത്താൽ മാത്രമേ ഈ സിനിമ ചെയ്യാൻ പറ്റുള്ളൂ എന്നതിൻ്റെ സംവിധായകൻ പറയുകയുണ്ടായി. കറക്റ്റാണ്. ഇഷ്ടംപോലെ ആൾക്കാരുടെ കൺസെന്റ് എടുക്കേണ്ടി വരും. കാരണം അവരെല്ലാം ഈ രണ്ട് സിനിമകളുടെ ഭാഗമായവരുടെ നിന്നെല്ലാം കൺസെന്റ് എടുക്കേണ്ടി വരും. എന്നാൽ മാത്രമേ ഈ ഒരു സിനിമ സംഭവിക്കുകയുള്ളൂ. ഇതിന് നമുക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് മമ്മൂട്ടിയോടാണ്. മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ ഇത് സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ ഈ സിനിമ ഒരിക്കലും നടക്കില്ലെന്ന് ആസിഫ് അലി തന്നെ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യമാണ്. മമ്മൂട്ടി ഇങ്ങനത്തെ പുതിയ ഓരോ ചിന്തകൾക്ക് അംഗീകാരം കൊടുക്കുന്ന ഒരു നടനാണെന്ന് നമുക്ക് ഇതിൽ കൂടെ വീണ്ടും അടിവരയിട്ട് പറയേണ്ടി വരും. കാരണം ഈ ഒരു ചിത്രത്തിൽ മമ്മൂട്ടി മൂടിയില്ലായിരുന്നെങ്കിൽ, കാരണം മമ്മൂട്ടിയുടെ രൂപ ഈ സിനിമയിലുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പണ്ട് കാതോട് കാതോട് സിനിമ നിങ്ങൾ അതിന്റെ പാട്ട് മറ്റേ എന്താ പാട്ട്, ദേവദൂതർ പാടി സ്നേഹദൂതർ പാടി ആ ഒരു പാട്ട് നിങ്ങൾ കേട്ടിട്ട് പോകണം. കാരണം അതിനകത്ത് പാട്ടൊക്കെ ശരിയായി തോന്നില്ല. അതിനകത്ത് മമ്മൂട്ടി എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇതിനകത്ത് രൂപത്തിൽ മമ്മൂട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളിതിനെ അതിശയിച്ചു പോയാൽ ഇത് എന്തോന്ന് ഒരു മമ്മൂട്ടി ആരാധകനാണെങ്കിൽ ഈ സിനിമ തിയേറ്ററിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു നിമിഷം എന്ന് പറയുന്നത് എന്തോ ഒരു ഫീലാണ്. കാരണം മാസമൊന്നുമില്ല അതിനകത്ത് കാണിക്കുന്നത്. പക്ഷെ ആ ഒരു ഇതിനെ തന്നെ വീണ്ടും കൊണ്ടുവരുമ്പോഴത്തേക്കും വീണ്ടും റീക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് കാണുമ്പോൾ തന്നെ പഴയ മമ്മൂട്ടി നമുക്ക് തിരിച്ചു കിട്ടിയ ഒരു പ്രതീതിയാണ്. കാരണം ആക്ഷൻസ് ആണെങ്കിൽ കൈ ഇങ്ങനെ പാട്ടിങ്ങനെ പാടുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പണ്ടത്തെ ആ സിനിമയിൽ ഒരു സീനിൽ ഇങ്ങനെ ആ പാട്ട് വരുന്ന സമയത്ത് ആ ഒരു ആക്ഷൻ പോലും മമ്മൂട്ടി കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടിയാണെന്നല്ല എനിക്ക് തോന്നുന്നു രൂപമാണ്. പക്ഷെ എന്നാൽ പോലും അത് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുവന്ന് നമുക്ക് മലയാള സിനിമയിൽ ഇതൊക്കെ ഇങ്ങനെയൊക്കെ സാധിക്കുമെന്ന് നമുക്ക് തോന്നി. നമ്മളൊരു ഇടയ്ക്ക് കണ്ടതാണ് നമ്മുടെ ആ ശങ്കറിന്റെ സിനിമകളിലൊക്കെ, അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. പൈസ ഇത്രയും കോടികൾ മുടക്കിയിട്ട് കാര്യമില്ല. കഴിവുള്ളവരെ കൊണ്ടുവന്ന് സിനിമയിൽ അല്ലെങ്കിൽ ഗ്രാഫിക്സ് സംഭവങ്ങൾ ബാക്കിയുള്ള എല്ലാ രീതിയിലും ഈ സിനിമ മികച്ചു നിൽക്കുന്നതാണ്. അപ്പം നമുക്ക് അങ്ങനെ ടെക്നിക്കൽ ടീമിന് നല്ലൊരു കൈയടി കൊടുക്കേണ്ടി വരും ഈ സിനിമയ്ക്ക് വേണ്ടി. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് അവർ ഈ സിനിമ ചെയ്ത് ഒരുക്കിയിരിക്കുന്നത് നമുക്ക് വേണ്ടി. പിന്നെ മമ്മൂക്ക് എന്ത് ഭാവിച്ചാണെന്ന് മനസ്സിലാവില്ലേ. മമ്മൂക്ക് തല കണ്ടു കഴിഞ്ഞാൽ പടം ഹിറ്റാണെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പുള്ളി ഇതിനകത്ത് ഉണ്ടെന്ന് തന്നെ ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു. നിങ്ങൾ പോയി പടം കാണും. ഇതിനകത്ത് മമ്മൂട്ടി ആ സിനിമയ്ക്കകത്ത് ഉണ്ട് എന്ന് തന്നെ നമുക്ക് തോന്നിപ്പിക്കാത്ത രീതിയിൽ മമ്മൂട്ടിയുടെ സീനുകളുണ്ട്, മമ്മൂട്ടിയുടെ മുഖം കാണിക്കുന്നുണ്ട്. അത് നമുക്ക് പണ്ടത്തെ മമ്മൂട്ടിയെ തന്നെ അതിൽ നമുക്ക് കാണാൻ സാധിക്കും. ഡൂപ്പോ ഒന്നുമല്ല, ഇതൊരു ടെക്നോളജി പ്രകാരം ചെയ്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കിപ്പോൾ ഡൂപ്പ് ചെയ്തിട്ട് അതിന്റെ മുഖം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് മാറ്റിയതാണെന്നൊന്നും പറഞ്ഞൂടെ. പക്ഷേ ഈ പടം നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണം. ഇതൊരു സീറ്റഡ് ത്രില്ലർ അല്ല, പക്ഷെ മിഡിൽ സീറ്റ് ത്രില്ലർ എന്ന് പറയേണ്ടി വരും. കാരണം നമുക്ക് അകത്തോട്ട് കയറി ഇരിക്കാൻ പറ്റില്ല. ഒരു പകുതി നമുക്ക് ഉണർന്നിരുന്ന് കാണേണ്ടി വരുന്ന സിനിമയാണ്. കാരണം ഒരു നിമിഷം പോലും ഇത് ബോറടിപ്പിക്കുന്നില്ല. ഈ 2 മണിക്കൂർ 16 മിനിറ്റുള്ള സിനിമ
നമ്മൾ ഒരു നിമിഷം പോലും ബോറടിപ്പിക്കുന്നില്ല എന്നതാണ് ഈ സിനിമയിലെ ഏറ്റവും വലിയ പ്രത്യേകത. ചില ത്രില്ലർ കാണുമ്പോഴത്തേക്കും നമുക്ക് ഇടയിൽ വെച്ച്, പക്ഷേ ഒരു കാര്യമുണ്ട്, ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞ ഈ സിനിമയ്ക്ക് സെക്കൻഡ് പാർട്ട് വരുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു ഇഴച്ചിൽ ഫീൽ ചെയ്യും. ഇഴച്ചിലെന്ന് വെച്ചാൽ ഇഴച്ചിലല്ല, സിനിമ തീരുന്നില്ലല്ലോ എന്നുള്ളൊരു തോന്നൽ തോന്നും. കാരണം അതെന്ന് വെച്ചാൽ ഇവർ പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് ഇന്റർവെൽ ഇല്ലാത്ത സിനിമയാണ്. അപ്പോൾ ഇവർ ഇന്റർവെല്ല് എന്ന് പറഞ്ഞൊരു ബ്ലോക്ക് ഇല്ലാതെ അവർ ഇന്റർവെല്ല് ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. അതിനകത്ത് നമുക്ക് പോയി ഫ്രഷായി വരാൻ വേണ്ടിയുള്ള ഒരു സമയം അവർ തന്നിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ വരും. നമുക്ക് കാരണം ഇത് ഒരു ഒറ്റ സ്ട്രെച്ചിൽ പോകുന്ന കഥയാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും നമുക്കത് തോന്നിയത്. പക്ഷെ അത് തോന്നിയെങ്കിലും നമുക്ക് അതിനകത്ത് ആ വെയിറ്റ് സമയം കൂടി വരുന്നു തോന്നുമെങ്കിലും പക്ഷെ അതിനകത്ത് ഒരു നിമിഷം പോലും നമ്മൾ ബോറടിപ്പിക്കുന്നില്ലെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും രേഖാചിത്രം എന്നുള്ള സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണും. ഇത് അടുത്ത ആസിഫ് അലിയുടെ സൂപ്പർ സ്റ്റാർ ഭാവിയിലായിട്ടുള്ള ഒരു ചോടുവയ്പായിട്ട് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ടാണ് പുള്ളിയുടെ അഭിനയം പോലും. ഒരു സീനുണ്ട്, ആക്സിഡന്റ് ആയി കിടക്കുന്ന സമയത്ത് മേലുദ്യോഗസ്ഥൻ പുള്ളി ആസിഫ് അലിയെ കാണാൻ വരുന്ന സമയത്ത് ആസിഫ് അലി കൈ ഒടിഞ്ഞ് കിടക്കുന്ന ആസിഫ് അലിന്റെ ബോഡി ലാംഗ്വേജ് നിങ്ങൾ കാണണം. ഇങ്ങനെ നെഞ്ച് വിരിക്കും. സാധാരണ കിടന്നുകൊണ്ട് തന്നെ ഇങ്ങനെ സല്യൂട്ട് അടിക്കണമെന്നുള്ള രീതിയിൽ ആസിഫ് അലി പോകുന്ന ആ ഒരു ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും പുള്ളി എത്രയ്ക്ക് ഡെഡിക്കേറ്റഡ് ആണ്. സംവിധായകന്റെ കഴിവാണെന്ന് പറഞ്ഞ സംവിധായകൻ പറഞ്ഞു കൊടുക്കുന്ന രീതി ചെയ്യുന്നതായിരിക്കും. പക്ഷെ ആ ഒരു പെർഫോമൻസിനെ നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ എന്തായാലും ഈ ചിത്രം തിയേറ്ററിൽ പോയി തന്നെ കാണണം. അത് എന്റെ വാക്കാണ്. കാരണം ഈ സിനിമ നിങ്ങൾക്ക് ഒരിക്കലും നിരാശപ്പെടില്ല. ഇത് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ബോറടിച്ചെന്നോ അവർക്ക് ഈ നഷ്ടത്തിന് പൈസ നഷ്ടമായെന്നോ തോന്നാത്തക്കത്തക്ക രീതിയിൽ സിനിമ പൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കണ്ടിട്ട്, അല്ലെങ്കിൽ സിനിമ കണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സ് ഉണ്ട്. അപ്പോൾ കമന്റ് ബോക്സ് നോക്കി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകുന്നവർക്ക് ഒരു ഉപയോഗം. ഓക്കെ, ടാറ്റാ ബൈ ബൈ, സീ യു.